അമിതമായ തോതിൽ മഞ്ഞൾ ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ചില ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആരോഗ്യ വിദഗ്ധർ പറയുന്നതനുസരിച്ച് കിഡ്നിയെ വരെ ഇത് ബാധിച്ചേക്കാം. മഞ്ഞൾ ആരോഗ്യ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ്. മാത്രമല്ല, നമ്മുടെ അടുക്കളയിലും വളരെ കാലമായി സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിൽ മഞ്ഞളുണ്ട്. അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് തന്നെ പരമ്പരാഗത വൈദ്യത്തിൽ വളരെ കാലമായി ഉപയോഗിച്ചു വരികയും ചെയ്യുന്നു. മഞ്ഞളിന്റെ പ്രാഥമിക ബയോ ആക്റ്റീവ് ഘടകമായ കുർക്കുമിൻ ഒരു ഫലപ്രദമായ ആന്റി ഓക്സിഡന്റ് ആണ്. എന്നാൽ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമാണെങ്കിലും അത് വൃക്കകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ആരോഗ്യ വിദഗ്ധർ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ ഏഷ്യൻ ഹോസ്പിറ്റലിലെ നെഫ്രോളജി ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് മെഡിസിൻ ഡയറക്ടർ ഡോക്ടർ റിതേഷ് ശർമ്മ പറയുന്നത്, മിതമായ അളവിൽ മഞ്ഞൾ കഴിക്കുമ്പോൾ സാധാരണയായി വൃക്കകൾക്ക് ഇതുമൂലം വിഷാംശം ഉണ്ടാകുന്നില്ല. എന്നാൽ അമിതമായ അളവിൽ മഞ്ഞൾ കഴിക്കുമ്പോൾ മൂത്രത്തിലെ ഓക്സലേറ്റിന്റെ അളവ് ഗണ്യമായി വർദ്ധിക്കുകയും ഇത് വൃക്കയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. കൂടാതെ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവരിൽ ഉയർന്ന അളവിൽ മഞ്ഞളിന്റെ ഉപയോഗം ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അധിക രാസവസ്തുക്കൾ ഫിൽറ്റർ ചെയ്യാൻ കിഡ്നിക്ക് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നതിനാലാണിത്. മോളിക്കുലാർ ഡൈവേഴ്സിറ്റി പ്രിസർവേഷൻ ഇന്റർനാഷണൽ നടത്തിയ പഠനത്തിൽ മഞ്ഞളിന്റെ പ്രാഥമിക ബയോ ആക്റ്റീവ് ഘടകമായ കുർക്കുമിൻ അമിതമായി ശരീരത്തിലെത്തുന്നത് വൃക്കകളിൽ വിഷാംശം ഉണ്ടാക്കുകയും വൃക്ക സംബന്ധമായ തകരാറുകൾക്ക് കാരണമാകുകയും ചെയ്യുമത്രേ. ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ചെറിയ അളവിൽ മഞ്ഞൾ ചേർക്കുന്നത് ഗുണപ്രദമാണ്. അതേസമയം കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ മഞ്ഞൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. അമിതമായി മഞ്ഞൾ ഉപയോഗിക്കരുത്. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളിൽ ഇലക്കറികൾ, ബദാം പോലുള്ളവ മഞ്ഞൾ ചേർക്കുന്നത് വൃക്കയിലെ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് അധിക വിഷാംശം പുറന്തള്ളാൻ സഹായിക്കും. നിങ്ങൾക്ക് വൃക്കരോഗമോ വൃക്കയിൽ കല്ലോ ഉണ്ടെങ്കിൽ മഞ്ഞൾ ഉപയോഗത്തിൽ ജാഗ്രത കാണിക്കുകയും ഡോക്ടറുടെ ഉപദേശം സ്വീകരിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, സെഡ്കോ ന്യൂസ്.